Hey guys, welcome to a പുതിയ വ്ളോഗ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മളൊരു മഞ്ഞ വണ്ടി ആദ്യം പഞ്ചറായിട്ട് പിന്നെ ഒരു നീല വണ്ടി കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നീല വണ്ടിയുടെ ഡിക്കി തുറക്കാനില്ല, ഹെൽമെറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ ഒരു മഞ്ഞ വണ്ടി തന്നിരിക്കുകയാണ്. എടി ഞങ്ങളാണ് എരണം കപ്പിൾസ്. നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയാ? പൈജാമയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് ഞങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്നിപ്പം മോർണിംഗില് വർഷയാണ് വണ്ടി എടുക്കുന്നത്. ഐശ്വര്യായിട്ട് എടുത്തോടാ. ഭഗവാനെ മിന്നിച്ചേക്കണേ. റൈഡർ ഗേൾ വർഷയാണ് ഗൈസ് ഇന്നിപ്പോ വണ്ടി എടുത്തേക്കുന്നത്. ഞങ്ങളുടെ മൂന്നാമത്തെ വണ്ടിയടി. ഇന്നലെ ആദ്യത്തെ പഞ്ചറായി, രണ്ടാമത്തേനെ ഡിക്കി തുറക്കാൻ പറ്റണില്ല. അതെ, ഇപ്പൊ മൂന്നാമത്തെ വണ്ടിയാണ്. പോവാളിയാ, കുഴപ്പമൊന്നും ഉണ്ടാവൂല. സ്വന്തം കെട്ടിയവനെ കളഞ്ഞിട്ട് ദാസിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കയറ്റാൻ പോകുന്ന ഊള. ആണാ? ബാ, ലെറ്റ്സ് ഗോ. ഇസ്രായേൽ വണ്ടിക്കൊന്നും പറ്റല്ലേ. എടുത്തോ എടുത്തോ വർഷം, എടുത്തോ. നീ അവളെ ഫോളോ ആയി. ബൈ ദ ബൈ, നമ്മൾ മറ്റേ വണ്ടിയിലാണ് പെട്രോൾ അടിച്ചത്. ഇതിനകത്ത് പെട്രോൾ ഇല്ല കേട്ടോ. നാലാമത്തെ വണ്ടി എന്നൊക്കെ ഇനി മിണ്ടരുത്. ബാഗാ ബീച്ച് വന്നിട്ട് വണ്ടിയുടെ കാര്യം നമുക്കൊരു എറണയില്ലല്ലോ ഗൈസ് ഇതുവരെയും. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോ നമ്മുടെ നക്ഷത്രം മാറൂടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ സെറ്റാണ്, ഉറപ്പാണ്. ഗൈസ് ബൈ ദ ബൈ, ആദ്യമായിട്ടാണ് കേട്ടോ വർഷം എന്നെ സ്കൂട്ടി കൊണ്ടുപോകണത്. അതെ, അവക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാം, അവക്കൊരു സ്കൂട്ടി ഉണ്ട്. പക്ഷെ അങ്ങനെ എന്നെ സ്കൂട്ടി നീ കൊണ്ടുപോയിട്ടില്ലല്ലേ. പക്ഷെ കൊള്ളാം. പ്രോ റൈഡർ വർഷയോടൊപ്പം കാർത്തിക് സൂര്യ റിപ്പോർട്ടിംഗ് ഫ്രം ഗോവ. ഫ്രണ്ടിൽ ശരണ്യ നന്ദകുമാർ ദാസിന്റെ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. നല്ല വണ്ടിയാണ് കേട്ടോ ഫസീനോ. ഞാൻ ഇവിടെ വന്നതിൽ നോട്ടീസ് ചെയ്തതിൽ ആക്റ്റീവ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഓടുന്ന വണ്ടി ഫസീനോ ആണ്. ഫസീനോടെ ബഹളം അല്ലേ ഇവിടെ? കുറവാണ് അല്ലേ? യമഹയുടെ എഞ്ചിൻ നല്ലതാണ്. എന്റെ FC ഒക്കെ യമഹയുടെ ആണ്. ലേ ഗോവയിലാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. കുറെ ഡ്രീം ക്യാച്ചർ ഒക്കെ ഉണ്ട്. ഇത് മലയാളി കടയാളിയാ? മലയാളി കട അല്ലേ? പുട്ടും കടലയൊക്കെ കിട്ടും ഇവിടെ. എന്നാ അനന്തു ഹാപ്പി ആവും. അതെ എടി, സത്യമാടി നിന്റെ കെട്ടിയവരുടെ ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഓ, മലയാളികൾ കണ്ടു, പക്ഷെ ആരും ഇല്ല, തിരക്ക് കുറവാണ്. ഉച്ചക്ക് ഇവിടെ നിന്നാണല്ലേ ബിരിയാണി ഓർഡർ? നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അത്. ഓക്കെ, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇവിടെ ബൊഫേ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. പൂരി, മക്രോണി, ഉപ്പുമാവ്, പുട്ടുണ്ടടി. നീല കളർ ഇരിക്കണ പുട്ട്, കടലക്കറി, ഉരുളക്കിഴങ്ങ് കറി, കുറച്ച് പൂരിയും കടലക്കറി ഉപ്പുമാവും. നമ്മള് പുട്ടും കടലക്കറിയും ഉരുളക്കിഴങ്ങ് കറിയും പൊരി. ഉപ്പുമാവ് വേണ്ടേ? ഉപ്പുമാവ് ഇഷ്ടല്ലേ? ഇതെന്താടി മാക്രോണി ഉരുളക്കിഴങ്ങി മുക്കിയതോ? ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. കുറെ മലയാളികൾ വരുന്ന ഹോട്ടലാണ് കേട്ടോ. കുറെ ടൂറിസ്റ്റ് പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഇവിടെ ഒരു ചെടിക്കട, തുണിക്കട ഉണ്ട്. പക്ഷെ നീ ഡ്രസ്സ് നോക്കണമെന്നല്ലേ പറഞ്ഞ? നല്ലത് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാം. എന്നപ്പോ അകത്ത് കയറിക്കോ. ഗോ ഗെറ്റ് ഇൻസൈഡ്. പെമ്പിള്ളേരെ കുറെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ അവിടെ. ആന്റി कैसे कैसे की है? ये कितने का है? എന്താടി തള്ളിയിടാൻ നോക്കിട്ട്? ഇത് 750, മേളില് 650 ആണോ? നഷ്ടം എന്നൊക്കെ ശരണി പറയണ കേസ്. നമ്മള് അടുത്തൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് നോക്കാണ് സുഹൃത്തുക്കളെ, ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇത് കൊള്ളാം അല്ലേ? ഇതെടുക്കാം. മാഗ്നറ്റും കുഴപ്പമില്ല. ഭയ്യ കിതനേക്കായി? 50. 50 രൂപയുടെ. ഇതാ പിടിച്ചോ. 50 രൂപയ്ക്ക് ഞാൻ ബാർഗെയിൻ ചെയ്യാനില്ല. എനിക്ക് വയ്യ തള്ളക്കളിയൊക്കെ. ഗൈസ്, നമ്മൾ ഇന്ന് വെയിലത്തിറങ്ങാൻ പോകുന്നതുകൊണ്ട് അതിനനുസരിച്ച് ഒരു തൊപ്പി മേടിച്ച്. നീ അതങ്ങ് എടുത്താണ്. അത് കൊള്ളാം. അത് പച്ചയും കൊള്ളാം. ഞാൻ ലൂഫി ആയി ഗൈസ് വീണ്ടും. ഇത് രണ്ടും ഇന്ന് അയ്യോ, ഹിന്ദിയിൽ എന്തോ പറയുന്നു. എന്തോ ഡിസ്കഷൻ നടക്കാണ് സുഹൃത്തുക്കളെ അവിടെ. ഇത് 100, ഇത് 100. ഗൈസ്, നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു സാധനം കണ്ടുപിടിച്ച് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക്.
മൂക്കളൊക്കെ എടുത്തിട്ടാ മൂക്കള നോക്കട്ടെ. ഓ ഇതിന് 100 ഇതിന് 100 രൂപയാണ് കേട്ടോ ഈ മൂക്കള പാച്ചിന്. അതരപ്പെടാം മൂക്കള. ആ വേണോ ഇത് എനക്ക്? बार्गेनिंग प्राइस आर 280. ओपन करने का नहीं इसका एक्चुअली. एक्चुअली ओपन ചെയ്തുടാ. എടുത്തോ എന്തായാലും ഇഷ്ടപ്പെട്ടല്ലേ എനക്ക്. ശരിക്കും മൂക്കളാണ് നമ്മുടെ ശക്തിക്ക് ചെക്കാൻ പറ്റിയ നല്ലത്. ഇല്ല പുച്ചന ഇരിക്കണല്ലേ താണ്ടല്ലേ ഞെക്കിയൊക്കെ ഉണ്ടത്. നല്ല രസമുണ്ടാ. നീ ഞെക്കിക്ക തുമ്മിച്ചെടുത്ത്. ഇതെന്താ അകത്ത് ഇറങ്ങി പോവാത്തത്? അത് പോടാ പോ. ആ പോയി. അതെ അതെ. ഇവിടെ വാക്സ് മ്യൂസിയത്തിൽ കയറണുണ്ടോ നമ്മള്? ഓക്കെ. ഇതിന്റെ തൊട്ട് സൈഡില് വാക്സ് മ്യൂസിയം ആണ് കേസ്. അപ്പൊ നമുക്ക് അവിടെ കൂടെ കയറാം. ഞെക്കി 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 അതിനെ പൊട്ടിച്ചവള്. ഓ ചെടി 100 രൂപ വാങ്ങി അപ്പൊ തന്നെ പൊട്ടിക്കുകയും ചെയ്തല്ലേ. ശരിയാണ് കേട്ടോടി. അത് തുടച്ചാളാ. എനിക്ക് കണ്ടുകൂടല്ലോ ഇങ്ങനെ ക്വാളിറ്റി സാധനങ്ങളൊക്കെ. എനിക്ക് നീയല്ലേ വേണോന്ന് പറഞ്ഞത്. ഇപ്പൊ നോക്കിക്കോ. ഞാൻ പൊട്ടിക്കൂല. നീ പൊട്ടിച്ചില്ലല്ലേ? ഞാൻ വെളിയിൽ പുറത്തോട്ട് വെച്ച് നോക്കട്ടെ. മഴ ഇനിയിപ്പോ ഇത് കളയല്ല എന്തിരിക. അതിനെ ഞെക്കി അതിന്റെ ചാറെടുത്ത് കഴിഞ്ഞപ്പോ എന്റെ തന്നിട്ട് പോയേക്കണ്. പോട്ട് സാരമില്ല ഭയ്യ. 8 ഊട്ടിക്കാ. वो थोड़ा आराम से दबाने का सर. अब ऐसा पक्का എന്തിനാണ് ഇങ്ങനെ കൈ കിട്ടിയപ്പോഴേ താഴെ നിർത്താതെ ഞെക്കി പുതുക്കിയതാണ് കൈസ്. എന്നാലും 100 രൂപ പോയി. സന്തോഷം. ഞാൻ ഗോവയിൽ വന്ന് ചതിക്കും. കാണിച്ചിട്ട് നമ്മളെങ്ങോട്ടാ പോണ? 90. ഓ ഗൈസ് ഇവിടെ 90 ഫിലിം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കാണാൻ പോണം. മൊട്ട ഫീല് കേട്ടാ. ഇവിടെ എന്താ 90 സിനിമ ആണ്. ഹലോ ഓഡിയൻസ്, കയറിയിരുന്നോ കയറിയിരുന്നോ? അമ്മ ഇത് കുഴിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഒന്നും ഇത് താന്ന് പരിപാടി താന്ന് വരും. അത് 90 സിനിമ കണ്ടിട്ട് വരാം. ഞങ്ങളിവിടെ ഇതില് സീറ്റ് ബെൽറ്റ് ഇല്ല കേട്ടോ. അയ്യോ നമ്മള് ചാടിയെന്ന് പറഞ്ഞു. അപ്പൊ റോളർ കോസ്റ്റർ കയറി. റോളർ കോസ്റ്റർ കയറി. റോളർ കോസ്റ്റർ കയറ് പോ. ആ പോട്ടെ. എന്റെ അമ്മച്ചേ. അയ്യോ അയ്യോ ഫ്രണ്ടിലെ വണ്ടിയിൽ സാധനങ്ങൾ പോകുന്നേ. അയ്യോ അമ്മച്ചി. ഓ ഓ എടി എങ്ങനെ ഉണ്ടായിരുന്നു? കുലുക്കി അടിച്ചല്ലേ എടി. വെള്ളമൊക്കെ തെറിച്ച് വന്നിടയ്ക്ക് ഒരു കൊമിളയൊക്കെ വന്നു. ബബിള് വരുന്നതിനാണോ ഇതിന് 90 എന്ന് വിളിക്കുന്നത്? ഇറങ്ങട്ട് കൈസ്. താങ്ക് യു ഭയ്യ. ഇതെന്താണ് നിന്റെ കൈ ഇരിക്കണത്? തീർന്നിട്ട് മൂക്ക് വെച്ചിട്ട് അതിനി ഒന്നും വരാനില്ലടാ. ആ ഒരുണ്ട വരുത്തിയവൻ. അങ്ങനെ ആക്കിയൊക്കെയാണ് ഞാൻ പൊട്ടിച്ചത്. കൈസ് അങ്ങനെ ഞങ്ങൾ വിജയകരമായി 500 രൂപ കളഞ്ഞിരിക്കുന്നു. 500 എത്ര? 250 2000 രൂപ അല്ലേ? ഇപ്പൊ മനസ്സിലായില്ല ആരും വന്നാ ഇവിടെ കേറല്ലോ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കയറിയത്. അടുത്തെന്തായാലും ഇവിടെ ഓടിക്കാൻ പോണോ?
നമുക്കിനി റൂമിലോട്ട് പോവാം. നമ്മള് ഫ്രഷ് ആയില്ലല്ലോ ഗൈസ്. വീട്ടില് പട്ടി കിടക്കൊണ്ട് തീറ്റ കൊടുക്കാൻ പോണെന്നൊക്കെ പറയണക്കാണ് ശരു. അടുത്തൊരു ഭക്ഷണം കൊടുക്കാൻ പോണം. പാവോടി. ഇങ്ങോട്ട് ഞാൻ ഞെക്കി തരാം. ഓ വിജയ് ഉണ്ട്, ഷാറൂഖ് ഖാൻ ഉണ്ട്, രൺബീർ കപൂർ ഉണ്ട്, പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കൊറേ ഒരു ഫാമിലി ഉണ്ട്. സോ എന്നാലും നമ്മുടെ 100 രൂപ വെറുതെ പോയല്ലോ. 100 ഇല്ലല്ലേ? ഇത് എവിടെ നമ്മൾ ലീക്ക്? നീയല്ലേ നാങ്കുത്തി പൊട്ടിച്ചത്? ഓക്കെ, നമ്മള് വണ്ടി എടുത്ത് ഇനി നേരെ റൂമിലോട്ട് പോവാം. മതി ഞെക്കിയത് തന്നെ. ആര് ദാണ്ട പോണ്. എടുത്തോ. ഓ അവള് അതേത് ഭാഷ? ഓക്കെ, ഇനി നമുക്ക് റൂമിൽ പോയി ഫ്രഷ് ആവാം. എന്നിട്ട് അവ ഏതോ ഫോർട്ട് കാണിക്കാൻ കൊണ്ടുപോകും. ഈ നട്ടുച്ചയ്ക്ക്. അതെ, വാ ഫോർട്ട് കാണാൻ പോവാ. എന്തായാലും എടുത്തോ, ലെറ്റ്സ് ഗോ. അവരെ കൂടെ പിടിച്ചോണേ. നോക്കി അവരെ കൂടെ നമുക്ക് വഴി അറിഞ്ഞൂടാ. ഓ യെസ്, വി നീഡ് ടു അവരെ പിടിക്കൽ. മൂസ കിലോമീറ്റർ ഇല്ല കേട്ടാ. തീപ്പൊരി പമ്പരം പറത്തി വിടാം, ഇടിവെട്ടും മമ്മിട്ടിന് തിരി കൊളുത്താം. അവരെ കൊണ്ട് പോ. തീപ്പൊരി പമ്പരം പറത്തി വിടാം, ഇടിവെട്ടും മമ്മിട്ടിന് തിരി കൊളുത്താം. അടിപെട്ട കുതിരയെ പടച്ചു വെട്ട. ഹലോ സാർ, എന്ന് ഗോവയിലെത്തി സാർ? Today is 2 days. ഓ, ഞാൻ ടുഡേ ഈസ് എന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓ ഗൈസ്, മുട്ടക്കാട്ടം വെയില്. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് നമുക്ക് എന്തോ ഫോർട്ട് കാണാൻ പോകുന്നു. ഗൈസ്, ഈ വെയിലത്ത് ആര് ഗൈസ് ഫോർട്ട് കാണാൻ പോണത്? ഈ വെയിലത്ത് ഫോർട്ട് ഇറങ്ങാൻ വയ്യ, നമുക്ക് ബീച്ചിൽ പോകാൻ വയ്യ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? റൂമിൽ ഇരിക്കുക, വെയിലൊന്ന് താഴുന്നത് വരെ. ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. ആൾക്കാർ ഗോവയിൽ വരുന്നത് നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാനും പാർട്ടി ചെയ്യാനുമാണ് ബേസിക്കലി. അപ്പോ ഉച്ചയ്ക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ അകത്ത് പാട്ടൊക്കെ പാടി ചില്ലടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നിങ്ങൾക്ക് ഡ്രോൺ പറത്തി ഇവിടുത്തെ കുറച്ച് സീനറി കാണിച്ചു തന്നുകൂടാ? ഞാൻ ഡ്രോൺ പറത്താം ഗൈസ്. ഡ്രോൺ പറത്തുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഡ്രോൺ അപ്രന്റീസ് ആയ ശരണി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ ഡ്രോണിന് നീ വാഴപ്പണയിലൊന്നും കൊണ്ടുപോയി ഇട്ട് കളയരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. തെങ്ങിന്റെ വാഴപ്പഴൊക്കെ എടുക്കാൻ പറ്റും, തെങ്ങിന്റെ പക്കം എടുക്കാൻ പറ്റുന്നില്ല. അതുമായിട്ട് എന്തൊരു ബന്ധം? എനിക്ക് തെങ്ങിന്റെ പക്കത്ത് ലാൻഡ് ചെയ്യണം. വേണ്ട, ഇത് തറയെന്ന് പോകുന്നത് ആരോഗ്യത്തിന് നല്ലത്. പൊങ്ങി പറത്തിട്ട് വരാം. പറഞ്ഞ് തിരിച്ചെത്തി സുഹൃത്തുക്കളെ. അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. ആകാശത്ത് പോസ് ചെയ്തതാണാ നീ? അല്ലല്ല, പോസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. എടി ആകാശത്തൊന്നുമില്ലടി. നമ്മൾ ബീച്ചിൽ പോണ എന്തെങ്കിലും കാണണമെങ്കിൽ നല്ലതായിട്ട്. വെയിലത്താ? ആ ഓക്കെ ഗൈസ്, ഗോവ ശരിക്കും ഒരു പാർട്ടി പ്ലേസ് ആണ് ഗൈസ്. സീനറി കാണാൻ സ്ഥലം അല്ല. അല്ലേടാ, സീനറി കാണാൻ ആരെങ്കിലും ഗോവയിൽ വരാറുണ്ടോ? ബീച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബീച്ച് പൊങ്ങിയപ്പോ അങ്ങനെ തോന്നിയല്ലേടി? മാഡം എന്താണ് മാഡം ചെയ്യുന്നത്? റീൽസ് കാണുകയാണോ മാഡം? അപ്പൊ നമുക്കിനി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഓക്കെ, ഒരു ഉച്ചയൊക്കെ കഴിയട്ടെ ഗൈസ്. അതുവരെ നമ്മളൊന്ന് ചില്ലൊക്കെ അടിച്ചിട്ട് വരാം. കൈത പൂക്കണ കന്നി പാടത്ത് കാറ്റ് മൂളണ നേരത്ത് നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന് പോകണ്ടാന്ന്. ടച്ചിങ് സോ. ആൻഡ് വൈകുന്നേരം ആയപ്പോ ഇപ്പൊ 4 മണിയായി ഗൈസ്. നമ്മള് ഡ്രസ് ചെയ്ത് ഇറങ്ങിയൊക്കെയാണ്.
അയ്യോ ബൈ ദ ബൈ ഞങ്ങൾ റെഡി ആയിട്ട് നമ്മളെ ദാസ എങ്ങോട്ടാ കൊണ്ടുപോകാൻ പോവാണെങ്കിൽ അങ്ങോട്ട് പോവാം. അനന്തു അളിയൻ റെഡി ആയിട്ട് ശരണ്യെ വിളിക്കാൻ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ശരണ്യ ഇപ്പുറത്തുനിന്ന് നടന്നു വരുന്നു. അനന്തു നിന്നെ വിളിക്കാൻ പോയേക്കരടി അങ്ങോട്ട്. ഷുട്ടുപ്പിയെ വിളിക്കാൻ ഇപ്പൊ ശരണ്യ വീണ്ടും നടന്നു പോകുന്ന സീനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഞങ്ങളുടെ ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയി വിളിച്ചോണ്ട് വാടി. ഉയിരിനുയിരേ ഉയിരിനുയിരേ നദിയിൻ മടിയിൽ കാത്തു കിടക്കിன்ற തനതായ ഹാബിറ്റാറ്റിൽ വ്ലോഗ് ചെയ്തു വരുന്ന ശരണ്യ നന്ദകുമാറിനെ നിങ്ങൾക്ക് പിറകിൽ കാണാം. അല്ലേ അളിയ? അതെ, തനതായ ഹാബിറ്റാറ്റിൽ വ്ലോഗ് ചെയ്യുന്ന ഫാഷൻ വ്ലോഗർ. എടാ നീ ഒരു ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞത് കൊണ്ടാണ് യവൻ എയർപോർട്ടില് അതെ 1 പീസ് ഇട്ട് നടന്നത്. അനന്ത് വൻ വൈബാണ് കേസ്. പിന്നെ വ്ളോഗുകളിൽ വരുമ്പോ വൈബുകൾ കുറച്ച് കുറയ്ക്കാറുണ്ടല്ലേടാ? അത് ആവശ്യമാണ്. അതെ, വ്ളോഗിൽ ഓവർ വൈബ് ആവുന്നത് നല്ലതല്ലാന്ന്. ബൈ പൂളെ. പൂളെന്ന് പറയാൻ പറ്റൂല. ക്ലോറിൻ ഫാക്ടറി ഞങ്ങൾ ബാലി എന്നൊക്കെ ഞങ്ങൾ ഗോവ കണ്ടിട്ട് വരാം. ഗൈസ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ 4ാമത്തെ ബൈക്ക് എങ്ങാണ്ടാണ് ടയർ പഞ്ചറായി, ഡിക്കി തുറക്കണില്ല, അങ്ങനെ എന്തിനൊക്കെയോ കാരണം ഓരോ സമയം ഓരോ ബൈക്കാണ് നമ്മൾ എടുക്കണത്. ഇതാണ് നമ്മുടെ അടുത്ത ബൈക്ക് 5843. ഹെൽമെറ്റ് ഒക്കെ വെച്ചാ ഇത് ഞാൻ എന്ത് ചെയ്യും? ബാഗ് വെക്കട്ടാ? മടക്കണ്ടേ? കയ്യിൽ തൂക്കിട്ടേ. ഗൈസ് ഞങ്ങൾ റെഡി. അല്ലെ നമ്മൾ ശരിക്കും എവിടെ ഉണ്ടാ പോണത്? നമ്മള് സ്വന്തമായിട്ട് പോകാൻ ഉദ്ദേശിച്ച ഗോഡഫോർട്ടിലാണ്. സാങ്കേതിക കാരണത്തിൽ എല്ലാം റെഡി ആയി വന്നപ്പോ 4 കൊണ്ടും അവിടെ 5 മണിക്ക് പൂട്ടി പോകൊണ്ടും നമ്മൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് നേരെ ചപ്പോറ ഫോർട്ട്. ഈ ഫോർട്ടിന്റെ പേരാണ് നമ്മൾ വന്നത് മുതൽ കേൾക്കണത്. അതെ, ചപ്പോറ ഫോർട്ട് കാണാൻ പോവാ. ബാ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോ നമ്മൾ ഇറങ്ങുകയായി. എന്റെ വണ്ടി എന്റെ സാരഥി. അയ്യോ എന്നെ കൊണ്ട് പോടേ, എന്നെ കൊണ്ട് പോവാതെ പോടേ. നിക്ക് ഞാനിവിടെ ചപ്ര ഫോർട്ടിലോട്ട് ഞാനും വർഷയും കൂടെ പോവാണ് ഗൈസ്. ഇത് നല്ല ആംഗിൾ അല്ലേ? ഇത് നോക്കിയാണ്. ഹായ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ചപ്ര ഫോർട്ടിലോട്ട് പോട്ടെ. സബാട്ടിക്കാന്നൊക്കെ പറഞ്ഞ് 2 പേര് ബാക്കിൽ വന്നേക്കണ്. ഞങ്ങൾ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ലപ്പൂ വേറെ ആരോ അതിലായിരമാശകളാൽ ഒരു മുൻവരവേ തേൻ കണ്ടു ഞാൻ അഴകേ. ലെഫ്റ്റാ റൈറ്റാ? അയ്യോ അതൊന്നും അറിഞ്ഞൂടാ. ഇവൻ ഊഹം വെച്ച് പോടാ. ദാസ് ഇവൻ ഒന്നും തരൂല, പറന്നു പോവേണ്. ഇപ്പൊ എന്റെ ഫ്രെയിം ആണ് കേട്ടോ, നല്ല രസമുണ്ട്. അല്ലേ ഗൈസ്, നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടാണ് നമ്മള് പോണത്. റൈറ്റ് തന്നെ, ഉറപ്പ് തന്നെ? ഓക്കെ, എന്നാ പിന്നെ റൈറ്റ് പോ. അളിയാ ഇത് പൊളിച്ചു കേട്ടാ. ഈ ആംഗിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഞങ്ങൾ ഒരു വലിയ നഗ്നമായ സത്യം മനസ്സിലാക്കി. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ യൂട്ടേൺ എടുത്ത് ദാസൻ അങ്ങോട്ടാണ്. അപ്പൊ ദാസനെ പിടിക്കാൻ അങ്ങോട്ട് പോവാൻ നമുക്ക്. രാജരാജ ചോഴന്മാർ പോകുന്ന വഴിക്ക് വർഷ പ്യുവർ വെജ്, പക്ഷെ പ്യുവർ വെജ് എന്ന് എഴുതിയോണ്ട് മാത്രം ഞാൻ വിശ്വസിക്കില്ല. എന്ന് മുതല്? ഇന്ന് മുതൽ. ഓഹോ ഗൈസ്, ബൈ ദ ബൈ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളെ പോലീസ് പൊക്കിയായിരുന്നു. എന്നിട്ട് ലൈസൻസ് ഒക്കെ ചോദിച്ചു. എല്ലാ വർഷം എന്റെ അടുത്ത് കാണിക്കാൻ ലൈസൻസ് ഉണ്ടല്ലോ, എന്താണ് പ്രശ്നം? എന്തിനാ അങ്ങനെ അത്ഭുതത്തോടുകൂടിയൊക്കെ പറയണത്? എനിക്കത് ചില സമയത്ത് അത്ഭുതമാണ്. ലൈസൻസ് ഉള്ളതാ? എനിക്ക് ഇത്രയും പ്രായം എന്നുള്ളത്. 23 വയസ്സായി. ഒരു 6 മാസം 5 മാസം കഴിയുമ്പോ 25 അല്ല 24. പേടിക്കണ്ട. ഞങ്ങളുടെ ഫ്യൂവൽ empty ആയി. ഇന്നലെ ആണോ? പെട്രോൾ വാങ്ങിക്കട്ടെ? വാങ്ങിച്ചേക്കാം അല്ലേ? ഓക്കെ, ഇവിടെ കടകളിലാണ് ഇങ്ങനെ പെട്രോൾ കിട്ടുന്നത്. 1 ലിറ്റർ പെട്രോൾ വാങ്ങിക്കാം. 1 ലിറ്റർ ഹൗ മച്ച്? കിട്ടുന്ന 120. ഓ, ബ്ലാക്ക് ആണല്ലേ? 100% പ്രൊഫഷണൽ ആണ്. കണ്ട, പെട്രോൾ ഇല്ലായിരുന്നു കേട്ടാ. ഓക്കെ, താങ്ക് യു ഭയ്യ.
അടച്ചണ്ട് പൈസ കൊടുക്കാം. എടി നിന്നെ പോലീസ് പിടിച്ചിട്ട് വിടാൻ താമസിച്ചു പോയ? എന്റെ ഫോട്ടോ വീട്ടിരിക്കണായിരുന്നു ലൈസൻസിന്റെ, ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും അയച്ചു. ആ ഗ്യാപ്പിന് ഇവന്മാരെല്ലാം എസ്കേപ്പ് ആയി സൈഡിൽ കൂടാ. പെട്രോൾ അടിച്ചിട്ട് സൈഡിൽ ഒരു കടയിൽ കയറി കേട്ടാ. ഇവിടെ ജീര 10 രൂപ. ആ കുടിച്ചു നോക്കട്ടെ. ഇത് വാങ്ങാനായിട്ട് ഓ ടേസ്റ്റി ജീരക സോഡ പിസ് ഉണ്ട്. 10 രൂപ ഒരു സാധനം കേട്ടാ. ട്രിക്ക് ജീര. ഓക്കെ വരൂ, നമുക്കിനി പുറത്തോട്ട് പോവാം. ഇപ്പൊ ഇവിടത്തെ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കിയാണ് നിങ്ങള്. കറക്റ്റ് നമ്മള് പോങ്ങമ്മൂട് വഴിയൊക്കെ അല്ലെങ്കിൽ പാങ്ങോടോ ശാസ്തവട്ടോ വഴിയൊക്കെ പോകുന്ന ഒരു ഫീലല്ലേ. പറ്റിയിട്ടില്ല, ഗോവ ഇങ്ങനെ തന്നെയാണ്. ഒരു കേരളത്തിന്റെ പശുവിന്റെ ഒരു കുടുംബം പോകുന്നു. ഹലോ പശു കുടുംബമേ. ഹായ് പശു കുടുംബമേ. ബൈ പശു കുടുംബമേ. പശുവിന് അറിഞ്ഞിടം തോന്നുന്നു ഇത് റോഡാണത്. ബൈ പശു. പൊന്നു സോദരി എന്തിനാ വേദന സഹിക്കണേ, മുട്ടപ്പത്തിന് ഭാഗ്യത്തോളി ഒരു മധുര കിനാവിൻ ലഹരിയിലെന്തോ കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊന്മരമേ തേൻവണ്ടു ഞാൻ അഴകേ. നമ്മൾ ഫോർട്ടിന്റെ പരിസരത്തെത്തി. എടാ എടി ജസ്റ്റിനാണ് മിസ്സായത്. ആ അതെന്റെ അമ്മയായിരുന്നു. ഇവിടെ എന്തോരം പശുവാടാ ഇവിടെ റോഡിന്റെ നടുക്ക്. ആ അയ്യോ ഗൈസ്, അത് കളിക്ക് പറഞ്ഞല്ലോ. എന്തോരം പശു ഇവിടെ നടു റോഡില്. ജസ്റ്റ് ഞാൻ ഹരിയാന കഴിഞ്ഞിട്ട് ഇത്രയും പശു ഗോവയിലാണ് കാണുന്നത്. പണ്ട് വന്നതിനേക്കാൾ ഇപ്പൊ പശുവിന്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്. പോവാം. ഇവിടെ ഫോർട്ട് ബന്ദ് ഹോഗയാന്നൊക്കെ കൂട്ടിപ്പോയി 5 മണിയെല്ലാം മൂട്ടും. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്താ പോകുമ്പോൾ ആണോ? കുറച്ച് കഴിയുമ്പോ കുറെ വികലാക്കന്മാര് തൊഴി പോകും. നമസ്കാരം പശു, കുറച്ച് വഴി തരും. ഇപ്പൊ ചത്തന നിനക്ക് എന്തെങ്കിലും വേണോ? ഈ പൈനാപ്പിൾ ഇവിടെ വെച്ചിട്ട് 4 ദിവസമായി. വേണ്ടല്ലേ? ആണോ? ഫ്രഷ് കട്ടിയായിട്ട് തരുമെന്നാ? ഓ കരിമ്പിൻ ജ്യൂസ് ആണോ? എനിക്ക് തോന്നുന്നു ഇത് ഈ പടി കയറിയാലും ഫോർട്ടിൽ പോകാനുള്ളതെന്ന് തോന്നുന്നു. ഞാൻ ചുമ്മാ പറയല്ല ഗൈസ്, വർഷയ്ക്ക് പടി ഇഷ്ടമല്ല. നമ്മുടെ കുങ്ഫു പാണ്ട മൂവിയിലെ പാണ്ഡെ കണക്കാണത്. പടി എപ്പോ കാണുമോ അപ്പൊ പിന്നാട്ട് തുടങ്ങും. അതെനിക്ക് മനസ്സിലായി. ഓ അവര് മണ്ടേ പോയിടാ, നമുക്ക് ഓടി എത്തണ്ടേ അവരോടാ? ഇതാണ് ചപ്പോറ ഫോർട്ട്. എന്റെ മോനെ കൈസ്, ഇതിന്റെ മേളിൽ നിന്നുള്ള സീൻ വേറെ ലെവൽ. എന്റെ തലേ കാണാൻ പറ്റുള്ളൂ എനിക്ക്. നോക്കിയ കൈസ്, അയ്യോ കിടില സീനറി ചേട്ടാ. നമ്മൾ ഗേറ്റ് ചാടി പോണോ? ഒരു ദാസ് എക്സ്ക്ലൂസീവ് ആണ് കേട്ടാ. ഫോട്ടോഷൂട്ട് പോയിട്ട് വരൂ. ഗൈസ് ഇത് എവിടെ ദാസം നമ്മളെ കൊണ്ടുപോണ? ഗൈസ് ഏതോ ഷോർട്ട് കട്ട് വഴി നമ്മളെ ഇതൊരു വ്യൂ പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോകണം തോന്നുന്നു കേട്ടാ. ഇതപ്പോ അതാണ് അഞ്ജുന ബീച്ച് കേട്ടാ. ഇങ്ങോട്ട് വരണ വഴിക്ക് അഞ്ജുന എന്നൊരു ബോർഡ് കണ്ട്, അത് വെച്ചിട്ടാണ് ഞാനത് ഗസ് ചെയ്തത്. എന്റെ പൊന്നമ്മച്ചി. ഓഹോ ഓ എന്ത് കിടില സീന് ഗൈസ് അത്. ആ ഗോൾഡൻ അവറിലാണ് നമ്മളിവിടെ എത്തിയത് ഗൈസ്. ഒമ്പോ ദാസം വെറുതെ പറഞ്ഞതല്ല, അമ്മാതിരി സീൻ കേട്ടാ. കിടില സീന്. ആഹാ ഗംഭീര സീനറി. ഇവിടെ വെച്ച് ഡ്രോൺ വെറുതെ പൊളിക്കും ഗൈസ്. എടി കിടില സീനല്ലേ ദാസാ, വെറുതെ ആയില്ലടാ കയറിയത്. കിടില സ്ഥലമല്ലേ, കിടില സ്ഥലമല്ലേ അളിയാ. ഇങ്ങോട്ട് വരാം, അതാ പറഞ്ഞു.
ഓക്കെ മൈ ബോയ്സ് ആൻഡ് ഗേൾസ്, നമുക്ക് ഒരു ടേക്ക് ഓഫ് എടുത്തിട്ട് വരാം ഗൈസ്. കിടില സീനാണെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഡ്രോൺ പറത്താം. ഓക്കെ 1 2 3 പറയാം. 1 2 3 ടാ. ഗൈസ് പറയാതിരിക്കാൻ വയ്യ, ഞാൻ 4 വാക്കിലോട്ട് നോക്കുവാണ്. ഈ ഫോർട്ട് ഒരു കൂതറ ഫോർട്ടാണ് ഗൈസ്. ഒന്നുമില്ല ഇതിന്റെ, അതായത് കാണിച്ചു കൊടുത്തേടാ, ഒന്നുമില്ല, ഒരു അസ്ഥികൂടം മാത്രമേ ഉള്ള ഒരു ഫോർട്ടിന്റെ. എടാ ഞാൻ ഡ്രോണിനെ തിരിച്ചു വിളിക്കട്ടെ ഗൈസ്. പക്ഷെ നിങ്ങളുടെ സീനറി കണ്ടില്ല, അടിപൊളിയല്ലേ സീനറി. ഓ വർഷം ഇരിക്കണ ഈ ഫ്രെയിം നോക്ക് ഗൈസ്, ഇത് വിഷയം ഫ്രെയിം കേട്ടാ. ഇവിടെ ഇരുന്ന് ഈ ഫ്രെയിമും ഈ സൺസെറ്റും അല്ലാതെ ആ ഫോർട്ട് ഇല്ല സുഹൃത്തുക്കളെ, അത് ചാത്തം ഫോർട്ടാണ്. ഈ ഫോർട്ട് ഞാൻ ഡ്രോണ് പറത്തി നോക്കി, ഇതിന്റെ മണ്ടേ ഒന്നുമില്ല. എടി ശരു, നീ ഡ്രോണിന്റെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാടി? എടി ഒന്നുമില്ല, എടി ഈ കാണുന്ന ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല അവിടെ അകത്ത്. ഏതെങ്കിലും കാലത്ത് ഉണ്ടായി കാണും. അതെ അതെ. ഓ അതിന്റെ മണ്ടേ കയറി പോയിരുന്ന നിരാശയായി പോയനാട്ടാ. നന്നായി അവിടെ പോവായിരുന്നു. അതെ, ഇരുന്ന് നീ സൺസെറ്റ് എൻജോയ് ചെയ്യൂ, ഞാൻ അമ്മമാരെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അതെന്ത് പറ്റിയടാ, അവക്കെന്ത് പറ്റിയടാ വിദൂരതയിൽ? ഫേസ്ബുക്കിൽ അമ്മാവന്മാരുടെ ഫോട്ടോ തല മാത്രം ഓക്കെ, ഞങ്ങൾ ഇനി സമാധാനമായിട്ടിരുന്ന് ഈ സൺസെറ്റ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ് ഗൈസ്, ഒന്നും പറയാനല്ല, ബ്യൂട്ടിഫുൾ ഈവനിങ്. വർഷേ കിഡിലൻ ഒരു ഫ്രെയിമിലടി നീ ഇരിക്കണത്, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇവിടെ സൺസെറ്റ് കാണാം. അമ്മ അയ്യാ, ആരും കാലുവാരിയല്ലേ ഗൈസ്. ഇനി സൺസെറ്റ് കാണാം. ഗൈസ് നമ്മൾ ഇവിടത്തെ സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് നിൽക്കുന്ന ഒരു സമയം. അതിത്തെ പോവാടാ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടത്തെ സൺസെറ്റ്? വിരട്ടിയൊക്കെ വിട്ടത്. വാടി പോവാ. അളിയ എങ്ങനെ പോണ ആനിവേഴ്സറി ഒക്കെ? ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പാവപ്പെട്ടൊക്കെ തലവേദന പിടിച്ചുപോയി. ഇത് ശരിക്കും തലവേദന പിടിച്ച് ഛർദിച്ചാണ് കേട്ടാ ഗൈസ്. ഇവിടെ തലവേദന, ശബ്ദം കേട്ടപ്പോ ഒന്നും കൂടി തലവേദനയായി. അത് കഴിഞ്ഞ് എനിക്കൊരു മൈഗ്രെയിൻ പോലെ എന്തെങ്കിലും ഒക്കെ വന്നായിരിക്കും. പീരീഡ്സ് ആയോ കൂടി ചെയ്തു ഫസ്റ്റ്. സന്തോഷമായല്ലോ. അതെ, ഇനി ദാസളി നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്? അഞ്ജുന ബീച്ചിൽ പോവേണം നമ്മള്. ആ അടിപൊളി സെറ്റ്. വൈകിട്ട് രാവിലെ. അതെ, ഹായ്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ മലയിന്ന്. അടുത്തായിട്ട് എല്ലാരും ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാണ് ഗൈസ്. കുറെ പേർ കരിക്ക് കുടിക്കുന്നു, കുറെ പേർ മാങ്ങ തിന്നുന്നു. നാരിയൽക്കാ പാനി. നാരി എന്ന് പറഞ്ഞ സ്ത്രീ. അപ്പൊ സ്ത്രീ നഹീന. ഇവിടെ ഒരാൾ പുറത്തിച്ചൊക്കെ തിന്നുന്നു. ആ നമ്മളവിടെ, നിങ്ങളവിടെ എന്തിനാണ് പറയണത്? മലയാളത്തിൽ എന്തിനാണ് പറയണ പെണ്ണേന്ന്?
നമ്മള് പൂർത്തിച്ചക്ക. ഓ മലയാളത്തിൽ പൈനാപ്പിൾ തന്നെ എന്താ മാങ്ങ. भैया एक आम फ्रेशली काट के दे दो। ये सॉल्टी है, ये स्वीट है। സ്വീറ്റ് സോൾട്ടി ആർക്കായിരുന്നു? एक स्वीट और सॉल्ट, एक स्वीट एंड सॉल्ट, 1 किलो। സോഡ കൊള്ളാം. അങ്ങനെ ഫോർട്ടിലെ കലാപരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്തതായി നമ്മുടെ ഗോവൻ ട്രിപ്പ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ അഞ്ജുന ബീച്ച്. പക്ഷേ ഇവിടെ വന്നപ്പോ തന്നെ ആദ്യം കണ്ടത് ഓം ഫിഷ് ഓവൻ. രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്തൊരു ബോർഡാണ്. പക്ഷേ ഇതും ഷാക്കൊക്കെ ഉള്ള ഗോവയിൽ ഒരു ഫേമസ് ബീച്ചാണ് ഗൈസ്. ഇവിടെ മറ്റേ ബീച്ച് പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണത്. ഞങ്ങൾ കുറച്ചേരം ഇവിടെ ചില്ലടിക്കട്ടെ ഗൈസ്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ക്രൗഡ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഒരു ന്യൂ ഇയർ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വരുമ്പോ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. പണ്ടുണ്ടായിരുന്നതിന്റെ ഒരു അംശം ക്രൗഡ് ഇപ്പൊ ഇവിടെ ഉള്ളു. ജൽദി കഹാ ജൽദി പ്യാർ കി പുംഗി ബജാക്കർ മജ്നു ബനാക്കർ പുംഗി ബജാക്കർ. നമ്മൾ ഇരിക്കാൻ ഒരു സ്പോട്ട് തപ്പാണ്. അപ്പോഴത്തേക്കും ഈ മാമന്റെ ലേസർ ഒക്കെ വാങ്ങിച്ചോണ്ടിരിക്കണം. മേടിച്ചാടാ ഓഹോ ഇവിടെ ആഹാ എടുത്താണ് നോട്ട്. ഓ എന്റെ മോനെ ഓ എടാ വെട്ടി വീഴ്ത്ത്. അയ്യോ കൊന്ന് തിരിഞ്ഞാ കട്ടപ്പയാവും ഞാൻ. മാമാ കൊള്ളാടി വേണോ ഇത്? ഓ വാങ്ങിച്ചോ. ഈ സണ്ണന്റെ ആയിട്ട് ഫ്രഷ് പീസ് ഇല്ലാതെ നമ്മൾ എടുത്തില്ല. എടി ഇത് ക്യാമറയുടെ ലെൻസിലോട്ട് അടിക്കല്ലേ, അടിച്ചു പോവും. ലെൻസ് അടിച്ചു പോവും, അടിക്കരുത്. അടിച്ചു നോക്കണേ, പുതിയ ഐഫോൺ അല്ലേ. തറയിലടിച്ചോടാണ്. ഓ അടുത്തത് കൊള്ളാം. വൈബേഷ് DJ പാർട്ടി നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന് കേസ്. ഇത് എത്രയാടാ ഇത്? 200. 400 സെറ്റ്. ബീച്ചിൽ ഊഞ്ഞാലും ആടാ സുഹൃത്തുക്കളെ. കൊള്ളാല്ലേ. നമ്മള് ആ ലില്ലിപ്പുട്ട് എന്ന് പറഞ്ഞ ക്ലബിൽ പോയി എന്തെങ്കിലും പുട്ട് കയറ്റാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് ഇവിടെ ഇവിടെ നിന്ന് അടിയോ ഓറ കൂടുവന്ന്. മതി കൂടിയത്. ബാ ഒരു റൗണ്ട് കൂടെ പോണോ? ആട്ടിട്ട് വരാം ഗൈസ്. എല്ലാരും കൂടെ ലില്ലിപ്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഷാക്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. നോക്കി ആ സൈഡ് നിറച്ചും ഇതേ കണക്കുള്ള ഷോപ്പുകളാണ്. അപ്പൊ നമ്മള് ഫുഡ് കയറ്റട്ടെ. ലില്ലിപ്പുട്ടിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് സുഹൃത്തുക്കളെ ഇവിടെ കമനീയമായ ഡ്രസ് ശേഖരണം കണ്ട് പെമ്പിള്ളേരെല്ലാം ഇവിടെ ചാടി. മൂത്ത ചേച്ചി ആദ്യം ചാടിയത് കണ്ട് ബാക്കി പിള്ളേരെല്ലാം പുറകെ ചാടി. ചേച്ചി എന്തെങ്കിലും നോക്കിക്കോളൂ ഗൈസ്. പെമ്പിള്ളേർ തറോ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം ഒടുക്കത്തെ വിലയാണെന്ന് തീരുമാനിച്ചല്ലേ? 2000 ഒരു മര്യാദ ഇല്ലേ പറയണേ? ആണാടി. ഏതിനാണ് 2000 രൂപ? കത്തിയല്ലേ? 2000 രൂപ. ഓ ഭയങ്കര കത്തിയല്ലേ? അപ്പൊ 850 രൂപ. അത്രയൊന്നും ഇല്ലേ? അത്രയൊന്നും വരൂലല്ലേ? എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. സ്ട്രീറ്റ് ബേസ് അല്ലേ? ആണല്ലേ? നമുക്കൊരു 600, 700, 1000 വരെയൊക്കെ ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ചലിക്കുന്നു സുഹൃത്തുക്കളെ. വിടില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പോയിട്ടും തിരിച്ചു വന്ന് 2 എണ്ണം കൂടെ വീണ്ടും പറയാണ്. വല്ലതും കിട്ടിയാടി? ഇത് 500 പൈസ തരുവോ? വന്നിട്ട് നിന്നെയൊക്കെ കൊണ്ട് വിട്ടാ മതി ബാർഗെയിൻ ചെയ്യാൻ. കൊള്ളാവോ? എടുത്താപ്പം. ആഹാ എടി ദാണ്ട ഇവളന്മാര് 500 രൂപയൊക്കെ ഒപ്പിച്ചൊരണം. 500 രൂപയ്ക്കില്ലേ? 500 രൂപ കുഴപ്പമില്ലേ? ഫാഷൻ ബ്ലോഗർ ഇത് കിട്ടും അല്ലേ? 600, okay, not 500. 500 we take 2. I'm selling only one piece 1000. Make it 550, okay? No, 500. No. The 500 we will take. Okay. Anything else? What about this pack? ഇവളന്മാര് കൊള്ളാം കേട്ടാ. കൊള്ളാം. No more? No. പ്രൗഡ് ഓഫ് യു. ഡീൽ. What about like skirt, long skirt? See which you like. ചേച്ചി അറുത്ത് മേടിക്കാൻ നോക്കിയാണ്, സമ്മതിച്ചില്ല പിള്ളേര്. നല്ല സ്കേർട്ടാണ് അത്. Long ആണോ? skirt.
കിतना गए वो ഇത് എത്രയാണ് അധികമുള്ളല്ലേ 1300 कितना how much എത്രയും ചോദിക്കുകയാണ്. ഒരു ബാർഗൈനിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടാ. lining also inside black color how much to give last price blue ബാർഗൈനിങ്ങിന്റെ ഏരിയ ആണല്ലേ ചെയ്യണം നന്നായിട്ട് ചെയ്യണം black is look നേരെ മേജർ പ്രശ്നക്കാരും കുട്ടിയെ പറയണം ഭയങ്കരമായിട്ട് കുട്ടി പറയും. അത് കുറച്ച് സർപ്രൈസ് കൊണ്ടുവരുള്ളൂ. ചെയ്യൂ ഞാൻ മനസ്സിലാവാണ്ടിരിക്കാൻ മുഖമൊക്കെ കെട്ടി മാറി കടമ്പ്രം എന്തിനു വന്ന ഇവിടെ അത് പേയ്മെന്റ് ചെയ്യാൻ എന്തിനു വന്ന ATM മെഷീൻ ഞാനും അതിനാ. ഞാൻ മുഖം കെട്ടിയാണ് പക്ഷെ മനസ്സിലാക്കിയെടുത്തു. കണ്ണമ്പുറം വഴി കൂടെ പോയപ്പോ അമ്മ വന്നിട്ട് വാ പേയ്മെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് പറ്റില്ല അല്ല എനിക്ക് ആക്കാം. ഓ 600 में दे देंगे ना You are taking this much, right? yeah you are taking this much So you can 600 nice price right this is very little price little dress, no കടമ്പ്രം ബാർഗൈനിങ് ചെയ്യാൻ കൊണ്ടും കളഞ്ഞാ മതി. little dress. So little. എടീ ഇവിടെയൊക്കെ ഇറക്കം കുറയും തോറും വില കൂടും. 700 last price ഇതിപ്പോ ഇവരാണ് ബാർഗൈൻ ചെയ്യണം, അവരാണ് ബാർഗൈൻ ചെയ്യണം. സത്യം എനിക്ക് സംശയമുണ്ട് കേട്ടാ. no but not taking this much piece right You can see this making. മുത്തുക്കൂടൊക്കെ ഉണ്ടോ അതിനകത്ത്? You can see very nice. 1500 I say അത് 500 തരൂല മിക്കവാറും. ആടി കേറി അടി. See, my daughter say 2000, but yeah I'm giving you 1500. that's not fair right I'm giving you discount. No? നമ്പറുകളാണ്. So how much your last price? Give you a good price. അമ്മോ Etra? നീ കണ്ണമ്പ്രോ വിളിച്ചോണ്ട് പോണേന്നല്ലാതെ. നമുക്ക് ഓട്ട് രക്ഷപ്പെട്ടാണ്. നീയൊക്കെ എത്ര എണ്ണം വാങ്ങിച്ചപ്പം? ആണാ അവര് പറഞ്ഞു we are so clever എന്ന് പറഞ്ഞു. ആ അവര് പിഞ്ച് മനസ്സാണല്ലേ. അതിന് വിട്ടത് നമ്മൾ 600 പക്ഷേ ഇവിടെ ഇടാ തുണി വേണ്ടേ. വേണം. ഡൽഹിയിലൊക്കെ പോയിട്ടാ കസിൻ പോയിട്ടെ ആ അവിടെ മറ്റേ മെമ്മറി കാർഡ് ഇതൊക്കെ ഉണ്ടല്ലോ. ആ അപ്പൊ ഒരു 2000 പറയും 150. ഞാൻ പറഞ്ഞടാ 30 രൂപയുടെ ഒരു സാധനത്തിന് 10 പറഞ്ഞു. ഓർഡറാന്ന് പറഞ്ഞു. ആ അത് അവളും ബാർഗൈൻ ചെയ്തെടുത്താണെന്ന് തോന്നുന്നു. 2000 പേരിന് 1500 ആക്കി പിന്നെ 1200 ആക്കി പിന്നെ എനിക്കൊരു സന്തോഷത്തിന് 950 പിന്നെ അവർക്ക് പോട്ടെ. ശരി എന്നാ അതെടുത്തോ. കഴിഞ്ഞോ പർച്ചേസിങ്? എന്തായിരുന്നു നിങ്ങളുടെ ബാർഗൈൻ? അല്ല നമ്മള് ചോദിച്ചു അപ്പൊ അവര് 800 രൂപ 900 രൂപ പറഞ്ഞപ്പോ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അവര് തരില്ല. ഇതായിരുന്നു ഡൽഹിയിൽ എന്താടി ആരണി ചേച്ചി വിഴിഞ്ഞു ആണാടി 3700 രൂപ കൊടുപ്പിച്ചോ. നീയല്ലേടി ഒന്നും വാങ്ങൂലെന്നും പറഞ്ഞു. ഒരു സാധനം കാണിക്കും ഇഷ്ടപ്പെടും നമ്മളല്ലേ പേശി 3500 ഒക്കെ എന്നോട് പറയണത്. പോട്ടെ ജീവിക്കട്ടെ. അല്ല അതല്ല ശരണി ചേച്ചി സെയിം സാധനം അവിടെ 1500 വാങ്ങി വെച്ചു. രണ്ടാമത് അവരെടുത്തിട്ട് 2000 ചിത്രം ഞാൻ ഇടയ്ക്ക് ഇരുന്ന് 700 ലാസ്റ്റ് അവരെന്നെ നോട്ടം 800 ലാസ്റ്റ് തരില്ല പൈസ. എന്തൊക്കെയോ പേടിച്ചു ലാസ്റ്റ് അതിലാണ് അവര് വീണത്. അവര് ഷട്ടർ ഇടും. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. നമ്മുടെ പേര് പറഞ്ഞാണ് കണ്ണമ്പ്രോ ഇവര് അവസാനം അറുത്തത്. പിന്നല്ലാണ്ട് നമുക്ക് പൈസ വേണ്ട സോഴ്സ് അവിടെ ഉള്ള ട്രാക്ക് കിട്ടും മാർക്ക് കിട്ടും. അവര് 800 700 ശമ്പളം എവിടെ എന്റെ പൊന്ന് പോവാൻ ചീത്ത വിളിച്ചു തുടങ്ങി. നമ്മുടെ വണ്ടി പശുമ്പ ഞങ്ങൾ പോട്ടെ. ഡേയ് ഇവര് കൊടൂര ബാർഗൈനിങ് ഒക്കെ. എവള് പൈസ കൊടുത്തിട്ട് വന്ന് നീ എന്നെ കണക്കാടി. 3500 രൂപ പറഞ്ഞിട്ട് ഞാൻ 1800 രൂപയ്ക്ക് മേടിച്ചിട്ട് വന്ന് ഓർത്തര പോട്ടെ ഈ സമയത്തല്ലേ പോട്ടെ. വളരെ പെട്ടെന്ന് വന്നോളൂ. അതെ 1 മണിക്കൂർ പയ്യന്മാരെല്ലാം ഇവിടെ വേരോട് കൂടി ഇറങ്ങി കേട്ടാ. ഓക്കെ എന്റെ കയ്യിരിക്കണം ഞാൻ പോവാം. ഓക്കെ അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവാണ് ഗൈസ്. ഞങ്ങൾ പാതിരാത്രി ഗോവയുടെ തെരുവ് വീതികളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എടുത്ത് ഗോവയിലൂടെ വണ്ടി ഓടിക്കണ്. അപ്പോ യെസ് ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ലോഗ്. നാളെ വീണ്ടും കാണാം. പോയി കിടന്ന് ഉറങ്ങട്ടെ ഞങ്ങൾ. ബൈ ബൈ ഗൈസ്.